മുട്ടം പണിയുന്ന അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് കരകയറാൻ പോകുന്ന ഒരു കസ്റ്റമറുടെ കഥയാണ്. ആ കസ്റ്റമറുടെ കഥയിലെ ഒരു നായകനാണ് ഇവൻ. ഇതൊരു 2017 മോഡൽ ഓഡി Q7 ആണ്. ടെക്നോളജി പാക്ക് ഡീസലാണ്. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന കസ്റ്റമറാണ്. കസ്റ്റമർ ഒരു ഡ്രൈവ് പോകാൻ വേണ്ടി രാവിലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു 10 കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തേക്ക് ചെറിയൊരു മിസ്സിങ് പോലെ ഷിഫ്റ്റിംഗ് പ്രോപ്പർ ആകുന്നില്ല. അപ്പോഴേ നമ്മുടെ കസ്റ്റമർക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്നുള്ളത്. അങ്ങനെ നേരെ ജർമ്മനിയിലെത്തി ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഇല്ലേ, ഈ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിനകത്ത് കൂളന്റ് അതിനകത്ത് മിക്സ് ആവുന്നുണ്ട്. മിക്സ് ആകാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷന്റെ ഒരു കൂളർ വരുന്നുണ്ട്. ആ കൂളർ ഡാമേജ് ആയിപ്പോയി. കാലപ്പഴക്കം കൊണ്ടാണ്. 60,000 കിലോമീറ്ററിന് മേളിൽ ഓടിയ വണ്ടിയാണ്, പക്ഷേ കൂളർ ഡാമേജ് ആയിപ്പോയി. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൂളർ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. കൂളർ മാറിയിട്ട് ആ കൂളർ മാറുന്നതിന് മുമ്പ് ഇപ്പോൾ ഉള്ള ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കൂളന്റും മാറ്റിയിട്ട് നമ്മൾ നോർമൽ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് മേടിച്ച് ഒരു 2-3 റൗണ്ട് നമുക്ക് ഫ്ലഷ് ചെയ്യാം. അതിനുള്ളതേ ഉള്ളൂ, കാരണം അത്രയ്ക്കേ മിക്സ് ആയിട്ടുള്ളൂ. ഈ സാധനം മാറി കൂളന്റ് മാറി ഈ കൂളർ മാറി കഴിയുമ്പോഴത്തേക്ക് ആ പ്രശ്നം അവിടെ സെറ്റിൽ ആവും. ഇത് മാറാതെ ഓടിച്ചിരുന്നെങ്കിലോ ട്രാൻസ്മിഷൻ പോയേനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതലൊക്കെ അതിനകത്ത് കയറി മിക്സ് ആയി കഴിഞ്ഞ് കുറെ നാൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പിന്നെ റിക്കവറി കിട്ടത്തില്ല. അപ്പൊ എന്നാ സംഭവിക്കുക, ഈ പറഞ്ഞ ട്രാൻസ്മിഷന് 11 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കമ്പനി വിലയുണ്ട്. സോ അത് മാറേണ്ട വന്നേനെ. സോ എന്തെങ്കിലും ചെറിയ ഇതുപോലത്തെ അബ്നോർമാലിറ്റികൾ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എത്രയും പെട്ടെന്ന് സർവീസ് സെന്ററിൽ എത്തിക്കണം. സോ ഇതുപോലെ ഓഡിയുടെ ഇതുപോലെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.